ഹായ് ഫ്രണ്ട്സ്, VN വീഡിയോ എഡിറ്റർ ട്യൂട്ടോറിയലിൻ്റെ 11ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന് മുമ്പ് നമ്മൾ 10 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VN വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്പീഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിനാൽ നമുക്ക് VN വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ നിന്ന് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഈ ഒരു വീഡിയോ ആണ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. ഒരു ലേഡി ഓടിപ്പോകുന്നു, ഒന്ന് റൗണ്ട് ചെയ്യുന്നു, വീണ്ടും ഓടിപ്പോകുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഈ കറങ്ങുന്ന ഭാഗത്ത് നമുക്ക് സ്ലോ മോഷൻ ആഡ് ചെയ്യണം. അതിനാണ് നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് വന്നതിന് ശേഷം വീഡിയോയ്ക്ക് ഇവിടെ നമ്മളൊരു കട്ട് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ വീഡിയോ 2 പാർട്ടായി മാറുന്നു. ഇനി കറങ്ങി വന്നതിന് ശേഷം അത്രയും ഭാഗം സ്ലോ മോഷൻ ആക്കിയിട്ട് നമുക്ക് വീണ്ടും പഴയ സ്പീഡിലേക്ക് തന്നെ ആക്കണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും നമ്മൾ ഇവിടെ കട്ടാക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ 3 പാർട്ടായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റിലെ ഈ ഒരു ടൈറ്റിൽ ഔട്ട്രോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വീഡിയോയുടെ ബാക്കി ഭാഗം ഒരു 7 സെക്കൻഡ് വരെ ആക്കിയിട്ട് നമുക്ക് ബാക്കി ഭാഗം ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 7 സെക്കൻഡിൻ്റെ വീഡിയോ ആണ്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ പാർട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ താഴെ സ്പീഡ് എന്നൊരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നിരവധി ടൈപ്പിലുള്ള സ്ലോ മോഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ കർവ്, റെഗുലർ 2 ടൈപ്പ് സ്ലോ മോഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കർവിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് നോക്കാം. ഈ ഒരു മോണ്ടാജ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് അതിന് ശേഷം ഓക്കെ കൊടുക്കും. ഇനി നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. പക്ഷേ അത്ര സ്മൂത്തായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് അത് ഒറിജിനൽ തന്നെ ആക്കാം വീഡിയോ. അതിനുശേഷം ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ പഴയ ഒറിജിനൽ വീഡിയോ തന്നെയായി, ഒറിജിനൽ സ്പീഡ് തന്നെയായി. ഇനി നമുക്ക് വീണ്ടും സ്പീഡിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ റെഗുലർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സ്പീഡ് നമുക്കിപ്പോൾ കാണിക്കുന്ന 1x നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നത്. അത് നമുക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് 0.5x അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ആ ഒരു ഭാഗം നല്ല സ്മൂത്തായിട്ട് സ്ലോ മോഷനായി. 0.5x കൊടുത്തപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് സ്ലോ മോഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ സെൻട്രലായിട്ട് നമുക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇതൊരു ട്രാൻസിഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ബ്ലാക്ക് ഓക്കെ കൊടുക്കുന്നു. സ്ലോ മോഷനായി. വീണ്ടും അടുത്ത പാർട്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീണ്ടും ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഒരു വൈഡ് ട്രാൻസിഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇനി ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ സ്പീഡ് എങ്ങനെ കൂട്ടി കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു നമുക്ക് എൻഡിൽ നമുക്കിവിടെ സ്പീഡിൽ ക്ലിക്ക് ചെയ്യുന്നു, റെഗുലർ ക്ലിക്ക് ചെയ്യുന്നു. എൻഡ് വീഡിയോ നമുക്കൊരു 1.5x ആക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇനി ഒന്നുകൂടെ നോർമൽ 1x വന്നു. 0.5x സ്ലോ മോഷനായി. 1.5x സ്പീഡ് കൂട്ടി ഇട്ടു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കുറയ്ക്കാനും സ്പീഡ് കൂട്ടാനും സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VN വീഡിയോ എഡിറ്ററിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയുടെ സ്പീഡ് എങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കാമെന്നാണ് പഠിച്ചത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം.